ഹലോ കൂട്ടുകാരെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആർസിഎമ്മിൻ്റെ സ്വന്തം പ്രൊഡക്റ്റായ ബൈറ്റ്സ് കൊണ്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലും ആർസിഎമ്മിൻ്റെ തന്നെയാണ്. ആർസിഎമ്മിൻ്റെ റൈസ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണയായിട്ട് പാചകം ചെയ്യാറുള്ളത്. ഇതിനും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബൈറ്റ്സ് എങ്ങനെയാണ് കറി വയ്ക്കുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മൾ ഈ കവറിൽ നിന്നും ഇത് വേർപെടുത്തിയെടുക്കണം. അതിനുശേഷം നമ്മളിത് കൈകൊണ്ടാണ് പിച്ചി ചീന്തി എടുക്കുന്നത്. കത്തി കൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ പിച്ചി ചീന്തി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് പിച്ചി ചീന്തി തീരും കേട്ടോ. ഇത് ഇറച്ചിക്കൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. കറി വെച്ച് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ നമുക്കിത് ഉപയോഗിക്കാം. പിച്ചി ചീന്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലീഫ് ഒരു കഷ്ണം ഇടണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് വെള്ളം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. സവാള അരിഞ്ഞത്, തക്കാളി, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി. സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇവ മൂന്നും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനാവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ ഉപ്പും ബൈറ്റ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കിത് ബൈറ്റ്സിലേക്ക് ഇട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കണം. മൂടി തുറന്ന് നോക്കുമ്പോൾ പാകമായിട്ട് വെന്തിട്ടുണ്ടാവും. കറക്റ്റാണ്. സ്വല്പം കുരുമുളക് പൊടി, മല്ലിച്ചപ്പ് വിതറി ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതുവരെ ഉപയോഗിക്കാത്തവർ ഇതൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടും.